ഏതൊരു മനുഷ്യനും വിശ്വാസം എന്ന വാക്കിനോടും വിശ്വസ്തത എന്ന വാക്കിനോടും എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് അവരുടെ ആത്മീയ നിലവാരം കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ദൈവത്തെ വിശ്വാസമില്ലാത്തവർ വളരെ കുറവാണ്. മിക്കവാറും എല്ലാവർക്കും തന്നെ ദൈവത്തെ വിശ്വാസമുണ്ട്. എന്നാൽ ഇങ്ങനെ ദൈവത്തെ വിശ്വസിക്കുന്നവരിൽ എത്ര പേർക്ക് ദൈവത്തോട് 100% വിശ്വസ്തത പുലർത്തുവാൻ കഴിയുന്നുണ്ട്? ദൈവം നമുക്ക് നന്മകൾ തരും, അനുഗ്രഹം തരും, നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി തരും. പക്ഷേ ഇതിലെല്ലാം നമ്മൾ എത്രമാത്രം ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നു എന്നുള്ളത് അവനവൻ തന്നെ പരിശോധിച്ചറിയേണ്ട കാര്യമാണ്. ദൈവത്തോട് വിശ്വസ്തതയില്ലാതെ നമ്മൾ എത്ര വലിയ വിശ്വാസം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചാലും അതുകൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല, വലിയ കാര്യമൊന്നുമില്ല. മുഖവുര ഇങ്ങനെ ആയതുകൊണ്ട് തുടർന്ന് ആരും കേൾക്കാതിരിക്കരുതേ. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർ ധ്യാനത്തിനായി 12-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കട്ടെ. യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം മുഴുവനും ഞാൻ വായിക്കുന്നില്ല, എങ്കിലും 2-ാമത്തെ വാക്യം കൂടി വായിക്കുമ്പോൾ മനുഷ്യൻ തൻ്റെ കൂട്ടുകാരനോട് വാക്കുകൊണ്ടുപോലും അല്ലെങ്കിൽ തൻ്റെ വാക്കിനാൽ പോലും വിശ്വസ്തത നിലനിർത്തുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നല്ലോ. ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്: ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു, കപടമുള്ള അധരത്തോടും ഇരുമനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു. ഇവിടെ നമ്മൾ ആരായാലെന്താ, ആരായില്ലേലെന്താ? കുറഞ്ഞപക്ഷം നമ്മുടെ വാക്കിനെങ്കിലും വിശ്വസ്തതയില്ലെങ്കിൽ, നമ്മുടെ ആത്മസ്നേഹിതനോട് പറയുന്ന വാക്കുകൾക്കെങ്കിലും വിശ്വസ്തതയില്ലെങ്കിൽ എത്ര വലിയ വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? യേശു കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് ഒരു പ്രാവശ്യമേ ഒറ്റിക്കൊടുത്തുള്ളൂ. എന്നാൽ നമ്മുടെ ഇടയിൽ, അതായത് ക്രൈസ്തവരുടെ ഇടയിൽ വലിയ വിശുദ്ധിയും വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്നവർ വിശ്വസ്തതയിൽ എത്രാം സ്ഥാനം അലങ്കരിക്കുന്നുവെന്ന് ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ ആത്മീയത പഠിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി താൻ ഒരു ഗുരുവിനെ അന്വേഷിച്ച് കണ്ടെത്തി. ഏറെ ദിവസങ്ങളും നാളുകളും കടന്നുപോയി. എങ്കിലും താൻ വിചാരിച്ച നിലയിലൊന്നും ഗുരു തന്നെ പഠിപ്പിക്കുന്നില്ല എന്ന് തനിക്ക് ബോധ്യപ്പെട്ടു. പല പ്രാവശ്യം ഇത് തൻ്റെ ഗുരുവിനോട് തുറന്നു പറയുകയും ചെയ്തു. പിന്നെയും കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഗുരു എന്ത് ചെയ്യുന്നു, ശിഷ്യനെ അരികെ വിളിച്ചിട്ട് ഒരു പാത്രം അയാളെ ഏൽപ്പിച്ചു. ഇത് തൻ്റെ ഒരു സുഹൃത്തിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. സുഹൃത്തിൻ്റെ അടുക്കലെത്താനുള്ള വഴിയുമൊക്കെ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ശിഷ്യനെ യാത്രയാക്കിയത്. പാത്രം ഭദ്രമായി അടച്ചിരുന്നത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ശിഷ്യന് മനസ്സിലായില്ല. കുറെ ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ആകാംക്ഷ സഹിക്കാൻ വയ്യാതെ ശിഷ്യൻ ഇതിൻ്റെ അടപ്പ് തുറന്നു. ആണവായു പോലും ലഭിക്കാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരു എലി അതിനകത്തുണ്ടായിരുന്നു. അടപ്പ് തുറന്ന പാടെ എലി ചാടി രക്ഷപ്പെട്ടു കളഞ്ഞു. ശിഷ്യന് ആകെ ദേഷ്യമായി. ഒരു എലിയെയും കൊണ്ട് ഇവിടെ വരെ നടന്നു വന്നതിൻ്റെ എല്ലാവിധമായ പ്രയാസങ്ങളും ദേഷ്യവും സഹിക്കവയ്യാതെ യാത്ര അവസാനിപ്പിച്ച് തിരികെ നടന്നു. ഗുരുവിൻ്റെ അടുക്കൽ എത്തിയിട്ടും തൻ്റെ ദേഷ്യം സഹിക്കാതെ വസ്തുത ഗുരുവിനോട് വിളിച്ചു പറഞ്ഞു. ഗുരു അയാളോട് ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയാണ്: ചുണ്ടലിയെ വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയാത്ത നിന്നെ ഞാൻ എങ്ങനെയാണ് ആത്മീയ രഹസ്യങ്ങൾ പഠിപ്പിക്കുന്നത്? അയാൾ കാത്തു സൂക്ഷിക്കേണ്ട വന്നത് ഒരു ചുണ്ടലിയാണെങ്കിലും അതിനേക്കാൾ വലിയതാണ് അയാൾ ചെയ്യേണ്ടതായ പ്രവൃത്തി, അതായത് കാത്തു സൂക്ഷിക്കുക എന്ന പ്രവൃത്തി. നമ്മുടെയൊക്കെ പലതിനെക്കുറിച്ചുള്ള ധൃതിയും വെപ്രാളവും വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വിശ്വസ്തതയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യസമയത്ത് പൂർത്തീകരിക്കേണ്ട പലതും പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നത് നമ്മുടെ വെപ്രാളവും ധൃതി മൂലവുമുണ്ടായ വിശ്വസ്തതയില്ലായ്മയാണ്. എല്ലാം ഒന്നും നമ്മൾ തുറന്നു നോക്കാനും തുറന്നു കാണാനും ശ്രമിക്കേണ്ട. 1-ാം നൂറ്റാണ്ടിലെ അത്ഭുത പ്രവൃത്തികളുടെ എല്ലാം പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യമെന്ന് പറയുന്നത് അവരൊക്കെ ദൈവത്തോടുള്ള വിശ്വാസം മാത്രമല്ല, വിശ്വസ്തതയും നിലനിർത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും വിശ്വാസമുണ്ട് എന്ന അവകാശവാദമാണ്, അതോടൊപ്പം വിശ്വസ്തത ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യവും. പരാതികളൊക്കെ നിർത്തിയിട്ട് നമുക്ക് വിശ്വസ്തരായി ജീവിപ്പാൻ, ദൈവത്തോട് വിശ്വസ്തത നിലനിർത്തി ജീവിപ്പാൻ ശ്രമിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച ഈ ആയുസ് അങ്ങയോട് വിശ്വസ്തയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.